പുണ്യ റസൂൽ പറയുന്നു, അന്ത്യദിനത്തിന് ഒരു ദിവസമേ ബാക്കിയുള്ളൂ എങ്കിൽ പോലും അന്ത്യനാൾക്കൽപ്പം മുൻപ് എന്റെ കുടുംബത്തിൽ നിന്നും മഹ്ദിയെ അല്ലാഹു പുറത്തുകൊണ്ടുവരും. അദ്ദേഹം ഭൂമിയിൽ നീതിയും സമത്വവും സ്ഥാപിക്കുകയും അക്രമവും അടിച്ചമർത്തൽ ഇല്ലാതാക്കുകയും ചെയ്യും. റസൂൽ പറയുന്നു, എന്റെ നാമത്തിലുള്ള ഒരാൾ അറബികളുടെ മേൽ ഭരിക്കുന്നതുവരെ ലോകം അവസാനിക്കുകയില്ല. മഹ്ദിയെപ്പറ്റി വിശദമായി മറ്റൊരു ഹദീസിൽ പ്രതിപാദിക്കുന്നു. റസൂൽ പറഞ്ഞു, ഒരു ഭരണാധികാരിയുടെ മരണശേഷം തർക്കമുണ്ടാകും. ആ സമയത്ത് ഒരു വലിയ പട്ടണത്തിൽ നിന്നൊരാൾ മക്കയിലേക്ക് പോകും. മക്കൾ ചില ആളുകൾ ഇദ്ദേഹത്തെ സമീപിക്കുകയും ഹജറുൽ അസ്വദിന്റെയും മക്കാമു ഇബ്രാഹിമിന്റെയും ഇടയിൽ വെച്ച് നിർബന്ധപൂർവ്വം ഇദ്ദേഹത്തിനു ബൈഅത്ത് ചെയ്യും. മക്കയിലെ രാജാവിന്റെ മരണശേഷം അവിടെ തർക്കമുണ്ടാവുകയും വൈകാതെ അവിടുത്തെ ഭരണകൂടം തകർന്നടിയുകയും ചെയ്യും. ശേഷം മക്കയിലെ ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾ ചേർന്ന ഇമാം മഹ്ദിയെ നിർബന്ധപൂർവ്വം ഭരണാധികാരിയാക്കുകയും ചെയ്യും. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ഈ സംഭവത്തിനു മുൻപ് മഹ്ദി ഒരിക്കലും മഹ്ദിവാദം ഉന്നയിക്കില്ല എന്നാണ്. പ്രവൃത്തിയിലൂടെയാവും ജനങ്ങൾ മഹ്ദിയെ തിരിച്ചറിയുക. പിന്നീട് സിറിയയിൽ നിന്നൊരു വൻപട അദ്ദേഹത്തെ ആക്രമിക്കാനായി പുറപ്പെടും. പക്ഷേ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ബൈദയിൽ വെച്ച് അവർ ഭൂമിയിൽ ആഴ്ത്തപ്പെടും. ഇത് കണ്ടു സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും ഒരുപാടാളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ബൈഅത്ത് ചെയ്യും. പിന്നീട് ബനൂക്കൽബ് കുടുംബത്തിൽ നിന്നൊരു ഖുറൈശി അദ്ദേഹത്തിന് നേരെ ഒരു സേനയെ അയക്കും. അതും അല്ലാഹുവിന്റെ ഇച്ഛയാൽ പരാജയപ്പെടും. അദ്ദേഹം മഹ്ദി ജനങ്ങളെ സുന്നത്തനുസരിച്ച് മുന്നോട്ട് നയിക്കുകയും അദ്ദേഹത്തിന്റെ ഭരണസമയത്ത് ഇസ്ലാം ലോകവ്യാപകമാവുകയും ചെയ്യും. അദ്ദേഹം 7 വർഷം കൂടി നിലനിൽക്കും. പിന്നീട് അദ്ദേഹം മരണമടയുകയും മുസ്ലിങ്ങൾ അദ്ദേഹത്തിന് ജനാസ നമസ്കരിക്കുകയും ചെയ്യും. മറ്റൊരു ഹദീസിൽ റസൂൽ പറയുന്നു, ദമാസ്കസിന്റെ ഉള്ളറകളിൽ നിന്നൊരാൾ പുറപ്പെടും. അയാൾ സുഫിയാനി എന്ന് വിളിക്കപ്പെടും. അദ്ദേഹത്തിന്റെ അനുയായികൾ കൂടുതലും ബനൂകൽബ് ഗോത്രത്തിൽ നിന്നായിരിക്കും. അയാൾ സ്ത്രീകളുടെ വയർ തല്ലിത്തകർക്കുകയും കുട്ടികളെപ്പോലും വധിക്കുകയും ചെയ്യും. എന്റെ കുടുംബത്തിൽ നിന്നൊരാൾ മസ്ജിദുൽ ഹറമിൽ പ്രത്യക്ഷപ്പെടും. ഈ വാർത്തയറിഞ്ഞു സുഫിയാനി അദ്ദേഹത്തിനു നേരെ ഒരു സൈന്യത്തെ അയക്കും. അദ്ദേഹം മഹ്ദി ആ സൈന്യത്തെ പരാജയപ്പെടുത്തും. അവശേഷിക്കുന്ന സേനയുമായി അയാൾ പിന്നെയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പുറപ്പെടും. പക്ഷേ ആ സേന മരുഭൂമിയിൽ ആഴ്ത്തപ്പെടും. ബനൂകൽബ് ഗോത്രം സിറിയയിലാണ് ഇന്ന് കൂടുതലായി കാണപ്പെടുന്നത്. തെക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ ഇപ്പോൾ സിറിയ അസദ് കുടുംബം ബനൂകൽബ് ഗോത്രത്തിൽപ്പെട്ടവരാണ്. 1970 അട്ടിമറിയിലൂടെ അസദ് കുടുംബം ഭരണം പിടിച്ചെടുത്തു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ ഭരണം നടപ്പിൽ വരുത്താൻ തുടങ്ങി. 1982 ഹമ കൂട്ടക്കൊലയിൽ മാത്രം അവർ 30,000 ആളുകളെയാണ് കൊന്നൊടുക്കിയത്. ഇപ്പോഴും അവരുടെ നീചമായ ഭരണം തുടർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യക്കുരുതികളും ഹദീസുകളിൽ പറഞ്ഞ സുഫിയാനി ഇവരുടെ കൂട്ടത്തിൽ നിന്നാവാനാണ് മിക്കവാറും സാധ്യത. അല്ലാഹുവാണ് നന്നായി അറിയുന്നവൻ. മഹ്ദി എന്റെ സമുദായത്തിൽ നിന്നാണ്. ജനങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി അല്ലാഹു അദ്ദേഹത്തെ അയക്കും. അന്നേരം എന്റെ സമുദായം അനുഗ്രഹീതമായിരിക്കും. മൃഗങ്ങൾ ധാരാളമായി ജീവിക്കുകയും ഭൂമിയിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്യും. മഹ്ദി നീതിപൂർവമായി ധാരാളം സമ്പത്ത് ജനങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യും. അഴിമതി പ്രത്യക്ഷപ്പെടുന്ന സമയത്താണ് മഹ്ദി വരുക. അദ്ദേഹത്തിന്റെ ഔദാര്യം അഭിനന്ദനീയമായിരിക്കും. ഇസ്ലാമിലെ വിശ്വാസപ്രമാണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കൽ. അന്ത്യനാളിന്റെ നിരവധി അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചെറിയ അടയാളങ്ങൾ ഏതാണ്ട് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. വലിയ അടയാളങ്ങൾ വരാനിരിക്കുന്നു. അവയിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് മഹ്ദി ഇമാമിന്റെ ആഗമനം. അല്ലാഹുവിന്റെ പ്രതിനിധിയെന്നാണ് ഇമാം മഹ്ദിയെ നബിതങ്ങൾ പരിചയപ്പെടുത്തിയത്. മഹ്ദി ഇമാമിനെക്കുറിച്ച് കേൾക്കാത്ത മുസ്ലിങ്ങൾ വളരെ അപൂർവമായിരിക്കും. അന്ത്യകാലത്തിന്റെ അടയാളങ്ങളിൽ പ്രബലമായതാണ് ഇമാം മഹ്ദിയുടെ ആഗമനം. മഹ്ദി ഇമാം ഒരു മിഥ്യയല്ലെന്നും ഹദീസുകളിൽ അതിത്വഫ് ശക്തമായ അടിസ്ഥാനമുണ്ടെന്നും പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. കാലം കൊതിക്കുന്ന യുഗപുരുഷൻ ഹിജ്റയുടെ 11-ാം വർഷം റബീഉൽ അവ്വൽ മാസം. തിരുനബിതങ്ങൾ രോഗശയ്യയിലാണ്. തങ്ങളുടെ എല്ലാമെല്ലാമായ നേതാവിനെ കാണാൻ സഹാബികൾ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ധൃതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ദുഃഖം തളംകെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. എല്ലാ മുഖങ്ങളിലും ദുഃഖത്തിന്റെ കാർമുകിൽ മാത്രം. ആരുമൊന്നും മിണ്ടുന്നില്ല. എങ്ങും കനത്ത നിശബ്ദത. പലരും കണ്ണുനീർ വാർക്കുന്നു. ചിലർ ദുഃഖം കടിച്ചിറക്കാൻ പാടുപെടുന്നു. അതിനിടയിലാണ് തിരുനബിതങ്ങളുടെ പ്രിയപുത്രി ഫാത്തിമ ബീവി കയറി വരുന്നത്. ഫാത്തിമ ബീവിയുടെ മുഖം വിവർണമാണ്. സഹിക്കാനാകാത്ത സങ്കടം ആ മുഖത്തു നിന്നും ആർക്കും വായിച്ചെടുക്കാം. മഹദി നേരെ പിതാവിനടുത്തു വന്നിരുന്നു. കണ്ണുകളിൽ നിന്നും അശ്രുകണങ്ങൾ കവിളിലൂടെ ചാലിട്ടൊഴുകി. നബിതങ്ങൾ തലയുയർത്തി നോക്കുമ്പോൾ പ്രിയപുത്രി ഫാത്തിമ ബീവി കരയുകയാണ്. അവിടുന്ന് ചോദിച്ചു, ഫാത്തിമ എന്തിനാണ് കരയുന്നത്? അങ്ങയ്ക്ക് ശേഷം എനിക്കാരാണുള്ളത്? നബി സമാധാനിപ്പിച്ചു, മോളെ ഫാത്തിമ, നീ എന്തിന് കരയണം? ഓർത്തുനോക്കിയാൽ വലിയ ഭാഗ്യവതിയല്ലേ നീ. നബിമാരുടെ നേതാവ്, അന്ത്യപ്രവാചകൻ നിന്റെ ഉപ്പയാണ്. അല്ലാഹുവിന്റെ സ്നേഹം കരഗതമാക്കിയ വ്യക്തിയാണ് നിന്റെ ഭർത്താവ് അലി.
രക്തസാക്ഷികളുടെ നേതാവ് അസദുൽ ഇലാഹി ഹംസ നിന്റെ പ്രതിവ്യനാണ്. സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ് നിന്റെ രണ്ടു മക്കൾ ഹസൻ, ഹുസൈൻ എന്നിവർ. എല്ലാറ്റിനും പുറമേ മോളെ ഫാത്തിമ, ലോകം അവസാനിക്കാറാവുമ്പോൾ, ലോകത്ത് അനീതിയും അരാജകത്വവും കുഴപ്പങ്ങളും അരങ്ങു തകർക്കുമ്പോൾ എല്ലാ കുഴപ്പങ്ങളും അമർച്ച ചെയ്ത് ലോകത്തെ സമാധാന തീരത്തേക്ക് നയിക്കാനും അധർമ്മത്തിന്റെ ഗോപുരങ്ങൾ തകർത്തു തരിപ്പണമാക്കി ഭൂമിയിൽ നീതിപൂർവമായ ഭരണം നടത്താനും ഒരാൾ വരാനിരിക്കുന്നു. മോളെ ഫാത്തിമ, നിന്റെ സന്താന പരമ്പരയിലായിരിക്കും അദ്ദേഹം ജന്മമെടുക്കുക. അതാണ് ഇമാം മഹ്ദി, കാലം കൊതിക്കുന്ന യുഗപുരുഷൻ. തിരുനബി പ്രിയപുത്രി ഫാത്തിമ ബീവിയോട് സന്തോഷവാർത്തയറിയിച്ച അവസാന കാലത്ത് വരാനിരിക്കുന്ന സയ്യിദ് കുടുംബാംഗമായ മഹാനാണ് ഇമാം മഹ്ദി. മഹ്ദി ഇമാമിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നും പിതാവിന്റെ പേര് അബ്ദുല്ല എന്നുമായിരിക്കും. നബി തങ്ങൾ പറയുന്നു, ഇഹലോകത്ത് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വരികയാണെങ്കിൽ അല്ലാഹു ആ ദിവസത്തെ നീട്ടിവെക്കും. അങ്ങനെ എന്റെ അഹ്ലുബൈത്തിൽപ്പെട്ട ഒരാളെ അല്ലാഹു നിയോഗിക്കും. അദ്ദേഹത്തിന്റെ പേര് എന്റെ പേരിനോടും പിതാവിന്റെ പേര് എന്റെ പിതാവിന്റെ പേരിനോടും യോജിക്കും. ഭൂമി മുഴുവൻ അദ്ദേഹം നീതിയാൽ നിറക്കും. ഹുദൈഫ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബിതങ്ങൾ മഹ്ദി ഇമാമിന്റെ ഓമനപ്പേര് അബു അബ്ദുള്ള എന്നായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. യഥാർത്ഥ പേരുകൾ ഇങ്ങനെയൊക്കെയായിട്ടും ഇമാമിന് മഹ്ദി എന്ന പേര് പറയപ്പെടുന്നതിന് ഒന്നിലധികം വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സന്മാർഗത്തിന് കരണക്കാരനായി വർത്തിക്കുന്നവൻ, മാർഗനിർദ്ദേശം ലഭിക്കപ്പെട്ടയാൾ എന്നൊക്കെയാണ് മഹ്ദി എന്ന അറബി പദത്തിനർത്ഥം. മറഞ്ഞുകിടക്കുന്ന നിരവധി കാര്യങ്ങൾ പുറത്തുകൊണ്ടുവരാൻ നിയുക്തനായതുകൊണ്ടാണെന്നു ഒരു വിഭാഗവും. ശാം പർവ്വതത്തിൽ നിന്നും തൗറാത്തിന്റെ കോപ്പികൾ കണ്ടെടുക്കുകയും ജൂതന്മാരെ തൗറാത്തിലേക്ക് ക്ഷണിക്കുകയും അതുവഴി അവർക്കെല്ലാം ഹിദായത്തിന്റെ കാരണക്കാരനാവുകയും ചെയ്യുന്നതുകൊണ്ടാണെന്നാണ് മറ്റൊരു വിഭാഗവും പറയുന്നത്. നബിതങ്ങളുടെ കുടുംബ പരമ്പരയിലാണ് ഇമാം മഹ്ദി ജനിക്കുക. ഖതാദ നിവേദനം, ഒരിക്കൽ ഞാൻ എന്റെ ഗുരുവര്യനും പ്രമുഖ പണ്ഡിതനുമായ ഹസ്രത്ത് സയ്യിദ് ഇബ്നുൽ മുസയ്യിബിനോട് ചോദിച്ചു, മഹ്ദി സത്യമാണോ? അതെ, സത്യമാണ്. ആരിൽ നിന്നായിരിക്കും അദ്ദേഹം പ്രത്യക്ഷപ്പെടുക? ഖുറൈശിൽ നിന്ന്. ഖുറൈശികളിലെ ഏതു വംശത്തിൽ നിന്നായിരിക്കും? ബനി ഹാഷിമിൽ നിന്ന്. ബനി ഹാഷിമിൽ ആരുടെ പരമ്പരയിൽ? അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ നിന്ന്. അബ്ദുൽ മുത്തലിബിന്റെ ഏത് മക്കളിൽ നിന്ന്? അലിയുടെയും ഫാത്തിമ ബീവിയുടെയും മക്കളിൽ നിന്ന്. ഫാത്തിമയുടെ ഏത് മക്കളിൽ നിന്ന്? ഇനി ചോദ്യം നിർത്തുക, ഇപ്പോ ഇത്രയും മതി. ഫാത്തിമ ബീവിയുടെ മക്കളിൽ ഹസൻ അവറുകളുടെ സന്താന പരമ്പരയിലാണ് ഇമാം മഹ്ദി ജനിക്കുകയെന്നാണ് പ്രബലപക്ഷം. തിരുനബി തങ്ങളുടെ വഫാത്തിനു ശേഷം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നിവർ യഥാക്രമം ഖലീഫമാരായി ഭരണം നടത്തി. അലിയുടെ വഫാത്തിനു ശേഷം പുത്രനായ ഹസൻ 6 മാസക്കാലം പിന്നീട് സൽഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. തനിക്ക് ശേഷം 30 വർഷം സൽഭരണം നിലനിൽക്കുമെന്ന നബിതങ്ങളുടെ ദീർഘവീക്ഷണത്തിൽ ഇതും ഉൾപ്പെടുന്നു. കാരണം 4 ഖലീഫമാരുടെ മൊത്തം ഭരണകാലം 29 വർഷവും 6 മാസവുമാണ്. ഹസൻ തങ്ങളുടെ 6 മാസവും കൂടിച്ചേരുമ്പോൾ നബിതങ്ങൾ പറഞ്ഞതുപോലെ 30 വർഷം പൂർത്തിയായി. 6 മാസം നീണ്ടുനിന്ന സൽഭരണത്തിനു ശേഷം മുസ്ലിം ഐക്യം മാത്രം മുന്നിൽ കണ്ട് താൻ മൂലം സമുദായത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാവരുതെന്ന് കരുതി ഈ ലോകത്തെ യാതൊരു ലാഭവും ആഗ്രഹിക്കാതെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് ഉമവിയ്യ ഭരണകർത്താക്കളിൽ പ്രഥമനായ ബഹുമാനപ്പെട്ട മുഹാവിയയ്ക്കു വേണ്ടി സ്ഥാനമൊഴിഞ്ഞുകൊടുക്കുകയായിരുന്നു ഇമാം ഹസൻ. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ച് ഒരാൾ എന്തെങ്കിലുമൊന്ന് ഉപേക്ഷിച്ചതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലോ നൽകുമെന്നുള്ള തിരുഹദീസും ഇമാം ഹസൻ ആ സ്ഥാനത്യാഗത്തിന് പകരമെന്നോണം അവസാന നാളിൽ മഹ്ദി ഇമാമിനെ നിയോഗിക്കുമെന്നാണ് ആലിമീങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ആ ത്യാഗത്തിന് പകരമായി മഹ്ദി ഇമാമിന്റെ നിയോഗം വഴി ഹസൻവിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത് അതാണെന്ന് പറയാം. മഹ്ദി ഇമാം രംഗപ്രവേശം ചെയ്താൽ മഹാനെ തിരിച്ചറിയാനുള്ള നിരവധി അടയാളങ്ങളും ലക്ഷണങ്ങളും നബിതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വഭാവത്തിൽ നബിതങ്ങളോട് സാദൃശ്യമുണ്ടാവും എങ്കിലും രൂപത്തിലോ മുഖച്ഛായയിലോ നബിയോട് സാദൃശ്യമുണ്ടാകില്ലെന്നാണ് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നത്. നബിതങ്ങളോളം വരില്ലെങ്കിലും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിട്ടായിരിക്കും ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുക. ശാന്തതയും ഗാംഭീര്യവും ആ മുഖത്തുനിന്ന് പ്രസരിക്കും. ഹാരിസുബിന് മുഗീറ പറയുന്നു, ഞാൻ അബൂ അബ്ദില്ല ഹുസൈൻ തങ്ങളോട് ചോദിച്ചു, മഹ്ദി ഇമാമിനെ തിരിച്ചറിയുന്നതെങ്ങനെയാണ്? ശാന്തതയും ഗാംഭീര്യവും കൊണ്ട് മറ്റെന്തെങ്കിലും അടയാളങ്ങളുണ്ടോ? ഉണ്ട്. ദീനിന്റെ വിധിവിലക്കുകൾ കൃത്യമായി അറിയുന്ന നല്ലൊരു പണ്ഡിതനായിരിക്കും ഇമാം മഹ്ദി. ജനങ്ങളെല്ലാം അദ്ദേഹത്തെ ആശ്രയിക്കുമെന്നാൽ അദ്ദേഹമാകട്ടെ ആരെയും ആശ്രയിക്കില്ല. മഹ്ദി ഇമാമിന്റെ വിശേഷങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അലി പറഞ്ഞതിങ്ങനെയാണ്, ഒത്ത ഉയരമുള്ള സുന്ദരനായൊരു ചെറുപ്പക്കാരൻ തലമുടി ചുമൽ വരെ എത്തിയിട്ടുണ്ടാവും. മുഖത്തുനിന്ന് വഴിഞ്ഞൊഴുകുന്ന പ്രകാശം താടിരോമങ്ങളുടെയും തലമുടിയുടെയും കടുത്ത കറുപ്പിനെ അതിജയിക്കും. ചെറുപ്പക്കാരനായ മഹ്ദി ഇമാം നിയുക്തനായാൽ അദ്ദേഹത്തെ അംഗീകരിക്കാൻ ജനങ്ങളിൽ ചിലർ ആദ്യമാദ്യം വൈമനസ്യം കാണിക്കുന്നതാണ്. കാരണം ജനങ്ങൾ വിചാരിക്കുന്നത് മഹ്ദി ഇമാം ഒരു വയോവൃദ്ധനെന്നായിരിക്കും. അബൂ അബ്ദില്ല ഹുസൈൻ പറയുന്നു, മഹ്ദി ഇമാം പ്രത്യക്ഷപ്പെടുന്ന ആദ്യഘട്ടത്തിൽ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാൻ വിമുഖത കാണിക്കും.
കാരണം സൗഭാഗ്യവാനും സുന്ദരവുമായ ഒരു ചെറുപ്പക്കാരനായിട്ടായിരിക്കും ഇമാം മഹ്ദി രംഗത്തു വരിക. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിപത്തായിരിക്കുമത്. കാരണം അവർ ധരിച്ചുവശായത് ഇമാം മഹ്ദി ഒരു വയോവൃദ്ധനാണെന്നായിരിക്കും. തിളങ്ങുന്ന നക്ഷത്രം പോലെയായിരിക്കും ഇമാം മഹ്ദിയുടെ മുഖം. നബിതങ്ങൾ പറയുന്നു, എന്റെ സന്താന പരമ്പരയിലാണ് മഹ്ദി ഇമാം വരിക. അദ്ദേഹത്തിന്റെ മുഖം പ്രകാശിക്കുന്ന നക്ഷത്രം പോലെയായിരിക്കും. വിശാലമായ നെറ്റിത്തടം, ഉയർന്ന മൂക്ക്, അറബികളുടേതുപോലെ വർണ്ണം, ഇസ്രായേല്യരുടേതുപോലുള്ള ശരീരപ്രകൃതി. മുൻപല്ലുകൾക്കിടയിൽ അല്പം വിടവ്, ആ വിടവിനിടയിലൂടെ പ്രകാശം പൊഴിയുന്നതായി തോന്നും. വില്ലുപോലെ വളഞ്ഞ നീണ്ട പുരികങ്ങൾ, പുരികങ്ങൾക്കിടയിൽ അല്പം അകലം അഥവാ കൂട്ടുപുരികമല്ല, വിശാലമായ കണ്ണുകൾ, ഇടതൂർന്നു നിൽക്കുന്ന കറുപ്പുള്ള താടിരോമങ്ങൾ, ഇരു കണ്ണുകളിലും സുറുമയിട്ടിരിക്കും. ഇതൊക്കെയാണ് മഹ്ദി ഇമാമിന്റെ ശരീരപ്രഖ്യതിയെന്ന് ഹദീസുകൾ സൂചിപ്പിക്കുന്നു. വിജ്ഞാനത്തിന്റെ കവാടമെന്ന് നിബിതങ്ങൾ വിശേഷിപ്പിച്ച അലി പറയുന്നത് നോക്കൂ. ഇമാം മഹ്ദി മദീനയിൽ ജനിക്കും, ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഹിജ്റ പോകും. ഇടതൂർന്ന താടി, മുഖത്തു കറുത്തകല, സുറുമയിട്ട വിശാലമായ കണ്ണുകൾ, ഉയർന്ന മുക്ക്, വിശാലമായ നെറ്റിത്തടം, പ്രകാശം പൊഴിക്കുന്ന മുൻപല്ലുകൾ, ചുമലിൽ നബിയുടെ ഖാതമുന്നുബുവത്ത് മുദ്ര പോലെ ഒരടയാളമുണ്ടാകും. ഇതെല്ലാം മഹ്ദി ഇമാമിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളിൽപ്പെടുന്നു. ഇസ്ലാം വിരോധികളുടെ അക്രമം കൊണ്ട് പൊറുതിമുട്ടിയ നിരാലംബരായ പാവപ്പെട്ട മനുഷ്യരുടെ, ലോക മുസ്ലിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും മഹനായ ഈ നേതാവിലേക്കാണ്. ലോകാവസാനത്തിന്റെ അടയാളങ്ങളായി നബിതങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട 10 കാര്യങ്ങളിൽ ആദ്യത്തേതാണ് മഹ്ദി ഇമാമിന്റെ പുറപ്പാടെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. നബിതങ്ങളുടെയും ഖുലഫാ ഉർ-റാഷിദുകളുടെയുമെല്ലാം കാലം കഴിഞ്ഞ് എത്രയോ സംവത്സരങ്ങൾക്ക് ശേഷമായിരിക്കും ഇമാം മഹ്ദി വരുക. അതിനിടയിൽ ആക്രമികളും അധർമ്മത്തിന്റെ വക്താക്കളുമായ നിരവധി ഭരണാധികാരികൾ കഴിഞ്ഞുപോകാനുണ്ട്. നബിതങ്ങൾ പറയുന്നു, എനിക്ക് ശേഷം ഭരണം നടത്തുക ഖലീഫമാരായിരിക്കും. പിന്നീട് അമീറുമാർ രംഗത്തുവരും. പിന്നീട് ധിക്കാരികളും അഹങ്കാരികളുമായ ഒരു പറ്റം രാജാക്കന്മാർ ഭരണമേറ്റെടുക്കും. അതെല്ലാം കഴിഞ്ഞ ശേഷം എന്റെ കുടുംബത്തിൽ നിന്ന് ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടും. മഹ്ദി ഇമാമിന്റെ വരവിനു മുമ്പായി നബിയാണെന്ന് വാദിച്ച് 60-ലധികം പെറുങ്കള്ളന്മാർ, ഒരു റിപ്പോർട്ടിൽ 70-ലധികം എന്നുമുണ്ട്, രംഗത്ത് വരുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇബ്നു ഉമർ നിവേദനം, നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, എന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഇമാം മഹ്ദി പുറപ്പെടുന്നതുവരെ ലോകാവസാനം സംഭവിക്കുകയില്ല. താൻ പ്രവാചകനാണെന്ന് അവകാശവാദമുന്നയിക്കുന്ന 60 വ്യാജന്മാർ രംഗത്തു വന്ന ശേഷമല്ലാതെ ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുകയുമില്ല. ലോകാവസാനത്തിന് വളരെ അടുത്ത കാലത്താണ് ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുക. നബി പറയുന്നു, മുസ്ലിംകൾക്കും റോമക്കാർക്കുമിടയിൽ 4 സന്ധി സംഭാഷണങ്ങൾ നടക്കും. അവയിൽ 4-മത്തത് പുരാതന റോമാചക്രവർത്തിയായ ഫിറഖലിന്റെ അഥവാ ഹിറാക്ലിയസ് കുടുംബത്തിൽ പിറന്ന ഒരാളുടെ കാർമ്മികത്വത്തിലായിരിക്കും നിർവഹിക്കപ്പെടുക. ആ സന്ധി 7 വർഷക്കാലം നീണ്ടുനിൽക്കും. അപ്പോൾ അബ്ദുൽ ഖൈസ് വംശജനായ മുസ്തൗരിദ് ബിൻ ജയലാൻ എന്നു പേരുള്ള ഒരാൾ ചോദിച്ചു, നബിയെ, അന്ന് ജനങ്ങളുടെ ഇമാം ആരായിരിക്കും? നബിതങ്ങൾ പറഞ്ഞു, എന്റെ സന്താന പരമ്പരയിലെ ഇമാം മഹ്ദി, അദ്ദേഹം 40-കാരനായിരിക്കും. മുഖം ജ്വലിക്കുന്ന താരകം കാണുക്കെ പ്രശോഭിതമായിരിക്കും. അമൂല്യമായ നിധികൾ പലതും അദ്ദേഹം പുറത്തെടുക്കും. ഷിർക്കിന്റെ പട്ടണങ്ങൾ ജയിച്ചടക്കും. സത്യം മരിക്കുകയും അനീതിയും അക്രമവും ആരങ്ങ് തകർക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കെയാണ് ഇമാം മഹ്ദി പുറപ്പെടുക. നബി പറയുന്നു, അവസാനകാലത്ത് എന്റെ സമുദായത്തിന് ഭരണാധികാരികളിൽ നിന്ന് ശക്തമായ വിപത്തുകൾ വന്നു ഭവിക്കും. ഇതുവരെ ആരും കേൾക്കുക പോലും ചെയ്യാത്ത കൊടിയ പരീക്ഷണത്തിന് മുസ്ലിങ്ങൾ വിധേയരാവും. വിശാലമായ ഭൂമി വളരെ ഇടുങ്ങിയതായി അവർക്കെന്ന് അനുഭവപ്പെടും. അക്രമികളിൽ നിന്ന് വിശ്വാസികൾക്ക് അഭയം നൽകാൻ ആ നാളുകളിൽ ആരുമുണ്ടാവില്ല. അങ്ങനെയൊരു സാഹചര്യം വരുമ്പോഴാണ് ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുക. ഷാമിൽ നിന്നാണ് അന്ത്യനാളിലെ കുഴപ്പങ്ങളെല്ലാം പുറപ്പെടുക. സജ്ജനങ്ങൾ അന്ന് കഠിന പരീക്ഷണങ്ങൾക്ക് വിധേയരാകും. പക്ഷേ സ്വർണം അഗ്നിയിലിട്ട് ചൂടാക്കുന്നതുപോലെ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിന് മാറ്റ് വർദ്ധിക്കുകയാണ് ചെയ്യുക. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഷാമിനെയോ ഷാമുകാരെയോ ഒരിക്കലും ആക്ഷേപിക്കരുതെന്ന് അലി പറഞ്ഞതായി കാണാം. മഹാൻ പറയുന്നു, ഷാമുകാരെ മൊത്തം നിങ്ങൾ ഭത്സിക്കരുത്. അവരിലെ അക്രമികളെ മാത്രം ആക്ഷേപിച്ചാൽ മതി. കാരണം ഷാം നിവാസികളിൽ അള്ളാഹുവിന്റെ നിരവധി മഹാന്മാരായ ഔലിയാക്കളുണ്ട്. അങ്ങനെ ഷാമിലെ കുഴപ്പങ്ങൾ പരിധിവിടുമ്പോൾ അള്ളാഹു ആകാശത്തുനിന്ന് ശക്തമായ പേമാരി വർഷിപ്പിക്കും. അവരെല്ലാം വെള്ളത്തിൽ മുങ്ങിത്താഴും. വളരെ ദുർബലന്മാർ യുദ്ധത്തിന് വന്നാൽ പോലും അവർക്ക് മുമ്പിൽ ഷാമുകാർ പരാജയപ്പെടും. പിന്നെയാണ് ഇമാം മഹ്ദി നിയോഗിക്കപ്പെടുക. അങ്ങനെ അദ്ദേഹം മുഖേന ഷാമുകാർക്ക് ഐക്യവും ഐശ്വര്യങ്ങളും അള്ളാഹു തിരികെ നൽകും. അന്ത്യനാളടുക്കുമ്പോൾ ഷാമിൽ വലിയ കുഴപ്പങ്ങളുണ്ടാകും. നിസാര കാര്യങ്ങളുടെ പേരിൽ കുട്ടിക്കളി പോലെയായിരിക്കും അതിന്റെ പ്രാരംഭം. പിന്നീടത് അതിവേഗം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും. ഒരു സ്ഥലത്ത് കുഴപ്പമടങ്ങുമ്പോഴേക്ക് മറ്റൊരു വശത്ത് കുഴപ്പങ്ങൾ പടർന്നുപിടിക്കും. അതങ്ങ് തീർന്നു കിട്ടുകയില്ല മഹ്ദി ഇമാം വന്ന ശേഷമല്ലാതെ. പ്രവാചക വചനങ്ങൾ പുലരുകയാണ്. നമ്മൾ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. ഷാമിൽ വലിയ കുഴപ്പങ്ങളുണ്ടാകും. കുട്ടിക്കളി പോലെയായിരിക്കും അതിന്റെ പ്രാരംഭം. ഒരു സ്ഥലത്ത് കുഴപ്പമടങ്ങുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് കുഴപ്പങ്ങൾ പടർന്നു പിടിക്കും. ഷാമിന്റെ ഭാഗമായ ഇന്നത്തെ സിറിയയിൽ നാം കണ്ടുകൊണ്ടിരുന്ന സംഭവം.
സിറിയൻ സർക്കാരിനെതിരെ 4 വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാലയത്തിന്റെ ചുമരിൽ കുത്തിക്കുറിച്ചിട്ട പ്രതിഷേധവാക്കുകളെ ചൊല്ലി സിറിയൻ സൈന്യം അവരെ അറസ്റ്റ് ചെയ്ത ആ രാത്രി തുടങ്ങിയ ആഭ്യന്തരകലാപം. ഇന്ന് സിറിയ പിന്നിട്ടു ഇറാഖ്, ലിബിയ, ഈജിപ്ത്, ഇന്നിതാ യമനിൽ എത്തിനിൽക്കുന്നു. ലോക മുസ്ലിങ്ങൾ വിഷമത്തിലാണ്. എവിടെയും ഇര മുസ്ലിങ്ങൾ മാത്രം. മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ധൈര്യമുള്ള ഒരാളെയും കാണുന്നില്ല. പ്രവാചകൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന നീതിയുടെ വിമോചകനെവിടെ? ലോകം പ്രാർത്ഥനയിലാണ്. കാലം കൊതിക്കുന്ന യുഗപുരുഷൻ ഇമാം മഹ്ദിക്കുവേണ്ടി. മുഹമ്മദ് ബിൻ സാമിദ് പറയുന്നു, ഞാൻ അബു അബ്ദില്ല ഹുസൈൻ എന്നിവരോട് ചോദിച്ചു, മഹദി ഇമാം പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുമ്പായി സംഭവിക്കാൻ പോകുന്ന അടയാളങ്ങളൊന്നു പറയാമോ? അതെ, എങ്കിൽ പറയൂ. എന്തൊക്കെയാണവ? അബ്ബാസികളുടെ നാശം, രാജാക്കന്മാർ, സുഫിയാനി പുറപ്പെടൽ, മരുഭൂമിയിൽ വലിയൊരു വിഭാഗം താഴ്ത്തപ്പെടൽ. അതിനെല്ലാം കുറെ കാലമെടുക്കുമെന്ന് തോന്നുന്നു. ഇല്ല, അതെല്ലാം മാലമണികളെപ്പോലെയാണ്. ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന നിലയിൽ അവ വരുന്നതാണ്. പിൽക്കാലത്ത് വരാനിരിക്കുന്ന വ്യാപകമായ കുഴപ്പങ്ങൾ നിബിതങ്ങൾ പറഞ്ഞു. എനിക്ക് ശേഷം നിരവധി കുഴപ്പങ്ങൾ സംഭവിക്കാനിരിക്കുന്നു. അവയിലൊന്നാണ് ഫിത്തുൽ അഖ്ലാസ്. ഒട്ടകത്തിന്റെ മുതുകിൽ വിരിക്കപ്പെടുന്ന വസ്ത്രങ്ങൾക്കാണ് ഖൽസ് എന്ന് പറയുക. അതിന്റെ ബഹുവചനമാണ് അഖ്ലാസ്. ഒരിക്കലും ഒഴിവാക്കാത്ത നീണ്ടുകിടക്കുന്ന കുഴപ്പങ്ങളായതുകൊണ്ടാണ് അവ ഈ പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് വിദ്വേഷങ്ങളും തർക്കങ്ങളും ഉടലെടുക്കും. ഓരോന്ന് തീരുമ്പോഴേക്കും അതിനേക്കാൾ വലിയത് ഉടലെടുത്തിട്ടുണ്ടാവും. അറബികളുടെ ഒരു വീട്ടിൽ പോലും കുഴപ്പങ്ങൾ പ്രവേശിക്കാതിരിക്കില്ല. ഒരു മുസ്ലിമും അതിന്റെ തിക്തഫലം അനുഭവിക്കാതെ പോവുകയുമില്ല. ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുന്നതുവരെ അത് തുടരുന്നതാണ്. ഇറാഖിലെ പട്ടണമായ കൂഫയിലെ അബ്ദുല്ലാഹിബിൻ മസ്ഊദിന്റെ വീട്ടിനടുത്തുള്ള മസ്ജിദിന്റെ ചുമരുകളും മതിലുകളും തകർക്കപ്പെടുന്നതും കൂഫക്കും ഇറാഖുമിടയിലുള്ള സ്ഥലത്ത് കൊലപാതകങ്ങൾ അരങ്ങേറുന്നതും ഇമാം മഹ്ദി പുറപ്പെടാറായി എന്നതിന്റെ മറ്റൊരു ലക്ഷണമാണ്. കൂഫ പട്ടണത്തിൽ സ്വഹാബിവര്യനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദിന്റെ വീടിനോട് ചേർന്നു നിൽക്കുന്ന പള്ളികളുടെ മതിലുകളും ചുവരുകളും തകർക്കപ്പെട്ടാൽ ആ ജനവിഭാഗത്തിന് അധികാരം നഷ്ടപ്പെടും. പിന്നീട് ശാമുകാർ വലിയ കുഴപ്പത്തിലകപ്പെടും. ഒരു രക്ഷയ്ക്കുവേണ്ടി അവർ മാർഗമന്വേഷിക്കും. പക്ഷെ അവർക്കത് ലഭിക്കില്ല. അതിനുശേഷം കൂഫാക്കും ഹിറാക്കുമിടയിൽ കൊലപാതകങ്ങൾ നടക്കും. അതും കഴിഞ്ഞാണ് ഇമാം മഹ്ദി രംഗത്ത് വരിക. അത്യധികം കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു ഘട്ടത്തിലായിരിക്കും ഇമാം മഹ്ദി നിയുക്തനാവുക എന്നതിന് വേറെയും നബിവചനങ്ങൾ തെളിവായുണ്ട്. മതപരവും ഭൗതികപരവുമായ ഫിത്നകളുടെ ഗൗരവം കാരണം ജനങ്ങൾ മരണം പോലും കൊതിച്ചുപോകുന്ന അവസ്ഥ ആ നാളുകളിൽ സംജാതമാകും. നിരാശയും പ്രയാസവും മനോവിഷമവുമെല്ലാം കാരണം വിശ്വാസികൾ ആകെ മനസ്സ് തകർന്നിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദൂതുമായി, പ്രതീക്ഷയുടെ തിർസനാളവുമായി ഇമാം മഹ്ദി രംഗത്ത് വരിക. ഇമാം അബുജഹഫർ പറയുന്നു, തുടരെയുണ്ടാകുന്ന ഭൂചലനങ്ങൾ, വിവിധ രൂപത്തിലുള്ള ആപത്തുകൾ, കുഴപ്പങ്ങൾ, ആയിരങ്ങൾ മരിച്ചു വീഴുന്ന പ്ലേഗ് രോഗം, അറബികൾക്കിടയിൽ നടക്കുന്ന ശക്തവും രക്തഭംഗിലവുമായ യുദ്ധങ്ങൾ, ജനങ്ങൾക്കിടയിലെ അതിശക്തമായ ഭിന്നിപ്പ്, വിഘടനവാദങ്ങൾ എന്നിവയിലെല്ലാം മനം തകർന്ന് ജീവിക്കുന്നവർ മരണം പോലും കൊതിച്ചുപോകുന്ന ഒരു ദുർഘടഘട്ടത്തിലാണ് ഇമാം മഹ്ദി വെളിപ്പെടുക. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച അത്യധികം നിരാശാജനകമായ ആ വിപൽഘട്ടത്തിൽ മഹ്ദി ഇമാമിന്റെ വരവോടെ എല്ലാ പ്രയാസങ്ങളും തീരും. എല്ലാവർക്കും ആശ്വാസം ലഭിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയും ചെയ്യും. മഹ്ദി ഇമാമിന്റെ ആ കാലം എത്തിച്ചവർക്കാണ് സർവ്വവിധ മംഗളങ്ങളും. അന്ന് മഹ്ദി ഇമാമിനെ എതിർക്കുകയും അദ്ദേഹത്തിന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയും ചെയ്യുന്നവർക്കാണ് എല്ലാവിധ നാശനഷ്ടങ്ങളുമുണ്ടാകും. ചുരുക്കത്തിൽ അബ്ബാസിയ ഖിലാഫത്തിന്റെ തകർച്ചയ്ക്കുശേഷം ഏറെ നാളായി മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് ഇമാം മഹ്ദിയുടെ വരവോടെ സന്തോഷത്തിനും സുഖത്തിനും വഴിമാറുക. അബുഗബിൽ നിവേദനം. അലി പറയുന്നു, അബ്ബാസിന്റെ സന്താന പരമ്പരയിൽ അധികാരമുള്ളിടത്തോളം കാലം ജനങ്ങൾ ക്ഷേമത്തിലും സന്തോഷത്തിലുമായിരിക്കും. അവരുടെ ഭരണം അവസാനിച്ചാലോ പിന്നീട് മുസ്ലിംകൾ കുഴപ്പത്തിലാകും. ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുന്നതുവരെ അത് തുടരുകയും ചെയ്യും. ഇമാം മഹ്ദിയുടെ ആഗമനത്തിന് തൊട്ടുമുമ്പായി അഹ്ലുബൈത്താകുന്ന തിരുനബി കുടുംബം കൊടിയ പീഡനങ്ങൾക്ക് വിധേയരാകുമെന്ന് ചില ഹദീസുകളിൽ കാണുന്നുണ്ട്. നബി കുടുംബത്തിലെ അംഗങ്ങളെ ശത്രുതാ മനോഭാവത്തോടെ കാണുകയും അധികാരത്തിന്റെ ഹുങ്കിൽ അവരെ അടിച്ചമർത്തുകയും ചെയ്യും. നബി കുടുംബത്തോടുള്ള അന്ധമായ വിരോധം കാരണം മുഹമ്മദ്, അഹ്മദ്, അലി, ഹംസ, ഹസൻ, ഹുസൈൻ, ഫാത്തിമ, റുഖിയ എന്നീ പേരുകളുള്ള കുട്ടികൾ വരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടും. നബികുടുംബത്തിലെ ഗർഭസ്ഥ ശിശുവിനു പോലും രക്ഷയില്ലാത്ത കാലമായിരിക്കും അത്. അക്കാലത്താണ് നബികുടുംബത്തിന്റെ രക്ഷകൻ കൂടിയായി ഇമാം മഹ്ദി രംഗത്തുവരിക. മുസ്ലിം ഐക്യത്തിന്റെ വക്താവ്. മഹ്ദി ഇമാം പുറപ്പെടാറായി എന്നതിന്റെ പ്രധാന അടയാളങ്ങളിലൊന്നാണ് ഡമസ്കസിന്റെ ഭാഗത്തുനിന്ന് പുറപ്പെടുന്ന ചില പതാകകൾ. ഷാമിലെ ഡമസ്കസ് ഭാഗത്തുനിന്ന് ചില പതാകകൾ മുന്നോട്ടു വരുന്നതാണ് ഇമാം മഹ്ദിയുടെ ആഗമനം അടുത്തെത്തിയിരിക്കുന്നു എന്നതിന്റെ ഒരു പ്രധാന ലക്ഷണം. അവരുടെ മുൻനിരയിൽ കിന്ദഗോത്രക്കാരനായ ഒരു മുടന്തൻ നിലയുറപ്പിച്ചിരിക്കും. പാശ്ചാത്യർ ഈജിപ്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചാൽ അന്ന് ഷാം നിവാസികൾക്ക് ഭൂമിയുടെ ഉൾവശമായിരിക്കും നല്ലത്.
ഇവിടെ ഭൂമിയുടെ ഉൾവശം നല്ലതാണെന്നതിന്റെ വിവക്ഷ ജീവിതത്തേക്കാൾ നല്ലത് മരണമാണെന്നതാണ്. ഇതേ ആശയം സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം ഔസാഇയും നിവേദനം ചെയ്തതായി കാണാം. അതിപ്രകാരമാണ്: മഞ്ഞ നിറത്തിലുള്ള പതാകകളും വഹിച്ചുകൊണ്ട് ചിലർ ഈജിപ്തിലേക്ക് പ്രവേശിച്ചാൽ ഷാമുകാർക്ക് പിന്നീട് നല്ലത് ഭൂമിക്ക് താഴെ ഒരു മാളം നിർമ്മിച്ച് അതിൽ കഴിഞ്ഞുകൂടുന്നതാണ്. കറുത്ത പതാകകൾ ഏന്തിക്കൊണ്ടുവരുന്ന ഒരു സംഘത്തിന് പിന്നാലെയാണ് മഹ്ദി ഇമാം വരികയെന്നും മഹ്ദി ഇമാം രംഗത്ത് വന്നാൽ എന്ത് പ്രയാസം സഹിച്ചും അദ്ദേഹത്തെ സമീപിച്ച് ബൈഅത്ത് ചെയ്യണമെന്നും നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നബി തിരുമേനി പറയുന്നതായി ഞാൻ കേട്ടു: നിങ്ങളുടെ നിധിക്കരികിൽ വെച്ച് അത് കൈവശപ്പെടുത്താനായി 3 പേർ പരസ്പരം ഏറ്റുമുട്ടും. ആ 3 പേരും ഖലീഫമാരുടെ മക്കളായിരിക്കും. പക്ഷെ അവരിൽ ഒരാൾക്കും അത് കൈവശപ്പെടുത്താനാവില്ല. പിന്നീട് കിഴക്കുനിന്ന് ചില കറുത്ത പതാകകൾ പ്രത്യക്ഷപ്പെടും. അവർ ഖലീഫമാരുടെ മക്കൾക്കെതിരെ ഘോരമായി യുദ്ധം ചെയ്യും. പിന്നീട് അല്ലാഹുവിന്റെ പ്രതിനിധിയായി ഇമാം മഹ്ദി രംഗപ്രവേശനം ചെയ്യും. ഇമാം മഹ്ദിയെക്കുറിച്ചു നിങ്ങൾ കേട്ടാൽ നിങ്ങളദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യുക. നിങ്ങളുടെ നിധികൾ എന്ന നബിവചനത്തിന്റെ ഉദ്ദേശ്യം കഅബാലയത്തിനുള്ളിലെ വിലപിടിപ്പുള്ള വസ്തുക്കളാണെന്നും രാജ്യത്തിന്റെ ഭരണമാണെന്നും യൂഫ്രട്ടീസ് നദിയിൽ മറഞ്ഞുകിടക്കുന്ന നിധികുംഭങ്ങളാണെന്നും എന്നതിൽ ഹദീസ് വ്യാഖ്യാതാക്കൾ ഭിന്നാഭിപ്രായക്കാരാണ്. എല്ലാം ശരിയാവാനും സാധ്യതയുണ്ട്. ആദ്യം ഭരണം പിടിച്ചെടുത്താൽ പിന്നീട് മറ്റുള്ളവ സ്വാഭാവികമായും എളുപ്പമാണല്ലോ. മഹ്ദി ഇമാം വരുന്നതോടെ മുസ്ലിം സമൂഹത്തിന് വലിയ ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. പ്രധാനമായും ഭിന്നിച്ച് വിഘടിച്ചു നിൽക്കുന്ന വിശ്വാസി സമൂഹം ഇമാം മഹ്ദിയുടെ വരവോടെ ഒരൊറ്റ നേതാവിന് കീഴിൽ സംഘടിത ശക്തിയായി മാറും. ഐക്യമാണല്ലോ ഏറ്റവും വലിയ അനുഗ്രഹം. അതിനു പുറമെ രാജ്യത്ത് നീതിപൂർവമായ ഭരണം നടക്കും. ക്ഷേമവും ഐശ്വര്യവും കളിയാടും. അബു അബ്ദുല്ലഹ് പറയുന്നു: എന്റെ പിതാവ് അലി എന്നോട് പറഞ്ഞു, വിശ്വാസികൾ പരസ്പരം കൈയൊഴിയുക, ചിലർ മറ്റു ചിലരുടെ പേരിൽ കുഫ്റും ശിർകുമാരോപിക്കുക, പരസ്പരം ശാപവാക്കുകൾ ചൊരിയുക എന്നീ കാര്യങ്ങൾ സംഭവിക്കുന്നതുവരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം അഥവാ മഹ്ദി ഇമാമിന്റെ ആഗമനം സംഭവിക്കില്ല. പിതാവേ, അക്കാലത്ത് വല്ല ഗുണവുമുണ്ടാകുമോ? പിതാവ് പറഞ്ഞു: എല്ലാ ഗുണങ്ങളും അക്കാലത്താണുണ്ടാകുക. കാരണം മഹ്ദി ഇമാമിന്റെ വരവോടെ മുസ്ലിം സമൂഹത്തിലെ പ്രശ്നങ്ങളും ഭിന്നിപ്പുകളുമെല്ലാം തീരും. മുസ്ലിം സമൂഹം അനുഭവിച്ചുവരുന്ന നിരാശയ്ക്കും ഇച്ഛാഭംഗത്തിനും പീഡനങ്ങൾക്കുമെല്ലാം അറുതി വരുത്താനായി അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഇമാം മഹ്ദി നിയോഗിക്കപ്പെടുമ്പോൾ മഹ്ദിയെ അംഗീകരിക്കാത്തവർക്കും അനുസരിക്കാത്തവർക്കും വലിയ നാശമായിരിക്കും ഫലം. മഹ്ദിയെ അംഗീകരിക്കുകയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് നബിതങ്ങൾ മംഗളം നേർന്നിട്ടുമുണ്ട്. മഹ്ദി ഇമാം വരുന്നതിനു മുമ്പ് ചില മാരക രോഗങ്ങളും മുൻകാല സമുദായങ്ങളുടെ ചരിത്രം അനുസ്മരിപ്പിക്കും വിധം ചില പ്രത്യേക ശിക്ഷകളും വരുമെന്നും ഹദീസിൽ കാണാം. അലി പറയുന്നു: മഹ്ദി ഇമാം വരുന്നതിനു മുമ്പ് ചുവന്ന മരണവും കാലത്തും അകാലത്തുമായി രക്തവർണ്ണത്തിലുള്ള വെട്ടുക്കിളി ശല്യവുമുണ്ടാകും. ചുവന്ന മരണമെന്നാൽ രക്തരൂക്ഷിത യുദ്ധമാണ്, വെളുത്ത മരണമെന്നാൽ പേഗ്. ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ് മറ്റൊരു ഫിത്നയാണ് സുഫിയാനി എന്നറിയപ്പെടുന്ന ധിക്കാരിയായൊരു ഭരണാധികാരിയുടെ രാഗപ്രവേശനം. സുഫിയാനിയുടെ കുഴപ്പങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ധാർമ്മികമായും മറ്റും വളരെ പ്രയാസമനുഭവിക്കുമ്പോഴാണ് ഇമാം മഹ്ദി വരിക. അത്യധികം ഭീതിജനകവും സംഭ്രമജനകവുമായ അന്നത്തെ അവസ്ഥ അറിയാൻ പണ്ഡിതനും താബിഈ പ്രമുഖനുമായ കഹബുൽ അഹ്ബാറിന്റെ വിവരണം മാത്രം മതി അക്കാലത്തെ പ്രതിസന്ധികളുടെ ഗൗരവമറിയാൻ. കഹബുൽ അഹ്ബാർ പറയുന്നു: ഈസാനബി ഇറങ്ങുന്നതിനു മുമ്പ് ഇവിടെ നിരവധി ഫിത്നകൾ വരാനിരിക്കുന്നു. അക്രമികളായ 3 ഭരണാധികാരികളാണ് ആദ്യം വരിക. 3 പേരും അവരവരുടെ നാടുകളിൽ അക്രമം വിതച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഡമസ്കസിൽ നിന്നും സുഫിയാനി പുറപ്പെടുക. അദ്ദേഹത്തോടൊപ്പം കൽബ് വംശജർ നിലയുറപ്പിക്കും. സുഫിയാനിയുടെ യഥാർത്ഥ പേര് മുആവിയ എന്നും പിതാവിന്റെ പേര് ഉത്ബ എന്നുമായിരിക്കും. നേരിയ മുഖം, നീണ്ട മുക്ക്, ഉയർന്ന ശബ്ദം. അദ്ദേഹത്തിന്റെ വലത് കണ്ണ് കണ്ടാൽ കാണുന്നവർ കോങ്കണ്ണനാണെന്ന് പറയും. ഐഹിക ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്തതുപോലെ അദ്ദേഹം അഭിനയിക്കും. അങ്ങനെ പ്രതാപവും ശക്തിയും കൈവന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ അല്ലാഹു എടുത്തുകളയും. അതോടെ അയാൾ ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കും. ജുമുഅ ജമാഅത്തുകൾ നിരോധിക്കും. നാട് മുഴുവൻ അധർമ്മവും അവിശ്വസവും അടക്കി വാഴും. കൊലപാതകങ്ങൾ വാർത്തയല്ലാതെയാവും. കാര്യങ്ങൾ ഇത്രത്തോളം എത്തുമ്പോൾ മക്കക്കാരായ ആളുകൾ, പണ്ഡിതന്മാർ സുഫിയാനിയെ ചെന്ന് കണ്ട് അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകും. പക്ഷേ അതൊട്ടും വിലകൽപ്പിക്കതെ അവരെയെല്ലാം കൊന്നുകളയാൻ സുഫിയാനി ഉത്തരവിടും. മാത്രമല്ല, രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള പണ്ഡിതന്മാരെയും സാത്വികന്മാരെയും തെരഞ്ഞുപിടിച്ചു വധിക്കാൻ സുഫിയാനി തന്റെ സൈന്യത്തിന് ആജ്ഞ നൽകും. അധർമ്മത്തിന്റെയും അരാജകത്തിന്റെയും ദിനങ്ങൾ പിന്നെയും നീണ്ടുനിൽക്കും. ഡമസ്കസിലെ പള്ളിയിൽ പോലും സുഫിയാനിയുടെ സൈന്യം അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കും. ഇതെല്ലാം കാണുന്ന സത്യവിശ്വാസിയായ ഒരാൾ സഹിക്കാനാവാതെ വിളിച്ചു പറയും: നിങ്ങൾക്ക് നാശം! അല്ലാഹു സത്യവിശ്വാസം കൊണ്ട് അനുഗ്രഹിച്ച ശേഷം വീണ്ടും നിങ്ങൾ അവിശ്വാസത്തിലേക്ക് നിൽക്കുകയാണോ? ഇതൊന്നും ഒരിക്കലും അനുവദനീയമായ കാര്യമല്ല. ധീരമായ ആ പ്രഖ്യാപനം കേട്ട് സുഫിയാനി നേരിൽ ചെന്ന് പള്ളിക്കുള്ളിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ വധിക്കും.
അദ്ദേഹത്തെ മാത്രമല്ല, വിശ്വാസിയുടെ പക്ഷം ചേർന്ന എല്ലാവരെയും സുഫിയാനി വകവരുത്തും. അപ്പോൾ ആകാശത്തുനിന്ന് ഒരശരീരി മുഴങ്ങും. ജനങ്ങളെ, തീർച്ചയായും അല്ലാഹു ധിക്കാരികളുടെയും കപടവിശ്വാസികളുടെയും ഭരണകാലം അവസാനിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം മുഹമ്മദ് നബി തങ്ങളുടെ സമുദായത്തിലെ ഉത്തമനായൊരു വ്യക്തിയെ നിങ്ങളുടെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മക്കയിൽ ചെന്ന് അദ്ദേഹത്തെ കാണുക. അദ്ദേഹം മഹ്ദിയാണ്. അദ്ദേഹത്തിന്റെ പേര് അഹ്മദുബ്നു അബ്ദില്ലാഹ് എന്നാണ്. ഇബ്നു മസ്ഊദ് പറയുന്നു, ഭൂമിയാകെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും അടക്കി വാഴുമ്പോൾ വിവിധ ദേശക്കാരായ 7 പണ്ഡിതന്മാർ തികച്ചും യാദൃശ്ചികമായി പൊതുരംഗത്തിറങ്ങും. അവരിൽ ഓരോരുത്തരുടെ കൂടെയും 313 പേർ വീതമുണ്ടാകും. അങ്ങനെ അവർ മക്കയിൽ സംഗമിക്കും. അവർ പരസ്പരം ചോദിക്കും, നിങ്ങൾ ഇവിടെ വന്നതിന്റെ ലക്ഷ്യമെന്താണ്? അപ്പോഴവർ മറുപടി പറയും, നാട്ടിൽ മുഴുവൻ കുഴപ്പങ്ങൾ അരങ്ങുവാഴുകയാണ്. അതൊക്കെയൊന്ന് അമർച്ച ചെയ്യാനും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാനും പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയെയും ഇമാം മഹ്ദി അന്വേഷിച്ച് പുറപ്പെട്ടതാണ് ഞങ്ങൾ. അദ്ദേഹത്തിന്റെ പേരും പിതാവിന്റെ പേരുമെല്ലാം ഞങ്ങൾക്കറിയാം. അങ്ങനെ അക്കാര്യത്തിനായി 7 പണ്ഡിതന്മാരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും. അവരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ അന്വേഷിക്കും. അങ്ങനെ മക്കയിൽ വെച്ച് ഇമാം മഹ്ദിയെ അവർ കണ്ടെത്തും. മഹ്ദി ഇമാമിന്റെ ലക്ഷണങ്ങളെല്ലാം അദ്ദേഹത്തിൽ മേളിച്ചതായി പണ്ഡിതർ മനസ്സിലാക്കും. പ്രതീക്ഷിക്കപ്പെടുന്ന മഹ്ദി ഇമാം ഇതുതന്നെയാണെന്നവർക്ക് ബോധ്യമാകും. എന്നാലും ഒന്നുകൂടി ഉറപ്പുവരുത്താനായി അവർ അദ്ദേഹത്തോട് ചോദിക്കും, താങ്കൾ ഇന്നയാളുടെ മകൻ ഇന്നാലിന്ന വ്യക്തിയല്ലേ? അദ്ദേഹം പറയും, അല്ല, ഞാൻ അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി മാത്രമാണ്. അതും പറഞ്ഞ് അദ്ദേഹം സ്ഥാനമാനങ്ങളും അധികാരവും ഭയന്ന് പതുക്കെ അവിടെ നിന്ന് മാറിക്കളയും. തുടർന്ന് പണ്ഡിതന്മാർ ചേർന്ന് ജനങ്ങൾക്കിടയിലെല്ലാം അദ്ദേഹത്തെ തിരഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങളും വിശേഷണങ്ങളുമെല്ലാം ജനങ്ങൾക്കവർ പറഞ്ഞുകൊടുക്കും. എല്ലാം കേൾക്കുമ്പോൾ ജനങ്ങൾ പറയും, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നയാൾ നേരത്തെ നിങ്ങൾ കണ്ട വ്യക്തി തന്നെയാണ്. അദ്ദേഹം മദീനയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പണ്ഡിതർ മദീനയിലെത്തും. അപ്പോഴേക്കും ഇമാം മഹ്ദി മക്കയിലേക്ക് തന്നെ തിരിച്ചിട്ടുണ്ടാകും. പണ്ഡിതർ വീണ്ടും മക്കയിൽ വന്ന് ഇമാം മഹ്ദിയെ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തും. അവർ പറയും, താങ്കളുടെ പിതാവ് ഇന്നയാളല്ലേ? ഉമ്മ ഇന്നാലിന്ന സ്ത്രീയല്ലേ? നിങ്ങളിൽ ഇന്നാലിന്ന ലക്ഷണങ്ങളൊക്കെ മേളിച്ചിട്ടില്ലേ? നിങ്ങൾ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തിയെന്ന് ഞങ്ങൾക്കുറപ്പായിരിക്കുന്നു. ഒരു തവണ താങ്കൾ ഞങ്ങളിൽ നിന്ന് പതുക്കെ മാറിക്കളഞ്ഞു. ഇനിയത് ചെയ്യരുത്. താങ്കൾ കൈ നീട്ടിത്തരൂ. ഞങ്ങൾ ബൈഅത്ത് ചെയ്യട്ടെ. അപ്പോഴും മഹ്ദി ഇമാം പറയും, നിങ്ങൾ ഉദ്ദേശിച്ച വ്യക്തിയല്ല ഞാൻ. ഈ വിനീതൻ അൻസാരികളിൽ ഒരാൾ മാത്രമാണ്. പക്ഷേ പണ്ഡിതന്മാർ അദ്ദേഹത്തെ അനുഗമിക്കും. കുറച്ചു നടക്കുമ്പോഴേക്കും ഇമാം മഹ്ദി അതിസമർത്ഥമായി അവർക്കിടയിൽ നിന്ന് വീണ്ടും കടന്നുകളയും. പണ്ഡിതർ നിരാശരാവാതെ വീണ്ടും ഇമാം മഹ്ദിയെ മക്കയിലും മദീനയിലുമെല്ലാം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അവസാനം മക്കയിൽ കഅബാലയത്തിന്റെ സമീപം വെച്ച് അവരദ്ദേഹത്തെ കണ്ടുമുട്ടും. ഇത്തവണ പണ്ഡിതന്മാർ അല്പം ഗൗരവത്തോടെ തന്നെ പറയും, ഇനി നിങ്ങൾ ഒഴിഞ്ഞുമാറരുത്. നിങ്ങൾ കൈനീട്ടിത്തരിക. ഞങ്ങൾ താങ്കളെ ബൈഅത്ത് ചെയ്യട്ടെ. അല്ലാത്ത പക്ഷം ഞങ്ങളുടെ പാപങ്ങൾ കൂടി താങ്കൾ പേറേണ്ടിവരും. ഞങ്ങളുടെ രക്തവും ജീവനുമെല്ലാം ഇപ്പോൾ താങ്കളുടെ ഉത്തരവാദിത്തത്തിലാണ്. സുഫിയാനിയുടെ സൈന്യം നമ്മെ തേടി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇമാം മഹ്ദി നിർബന്ധിതനായി റുക്നുൽ യമാനിയുടെയും മഖാമു ഇബ്രാഹിമിന്റെയും ഇടയിലിരുന്ന് അവർക്ക് കൈനീട്ടിക്കൊടുക്കും. അതോടെ അവരെല്ലാം ഇമാം മഹ്ദിയെ ബൈഅത്ത് ചെയ്യും. പിന്നീട് ജനമനസ്സുകളിലെല്ലാം അല്ലാഹു ഇമാം മഹ്ദിയോടുള്ള സ്നേഹം നിക്ഷേപിക്കും. അതോടെ എല്ലാവരും മഹ്ദി ഇമാമിനെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കും എന്ന മനോഹരമായ ഹദീസ് ഹാഫിൽ അബു നുഐം ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. അധികാരം ചോദിച്ചു വാങ്ങാനുള്ളതല്ല. അവരൊരിക്കലും അധികാരം ചോദിച്ചു വാങ്ങില്ല. നിർബന്ധിതനായി ഒരാൾക്കൊരു സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നാൽ അതിൽ അല്ലാഹുവിന്റെ സഹായമുണ്ടാകുമെന്നും മറിച്ച് അധികാരം സ്വയം ചോദിച്ചു വാങ്ങിയാൽ അല്ലാഹു അവനെ കൈവിട്ട് കളയുമെന്നും അവന്റെ കാര്യങ്ങൾ അവനിലേക്ക് തന്നെ ഏൽപ്പിക്കുമെന്നും മഹത്തായ ഹദീസിൽ വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ അധികാരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞുമാറാനാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്ന മഹാന്മാർ ശ്രമിക്കുക. ഇവിടെ ഇമാം മഹ്ദിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത് അതുതന്നെയാണ്. അധികാരം ഭയന്ന് ജനങ്ങളിൽ നിന്നകന്നു കഴിഞ്ഞവരും അധികാരമേറ്റെടുക്കാൻ ഭരണാധികാരികൾ നിർബന്ധിച്ചിട്ടും അത് വിസമ്മതിച്ചതിന്റെ പേരിൽ ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വന്നവരും തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറിയവരുമെല്ലാം മുൻഗാമികളായ പണ്ഡിതന്മാരിലുണ്ടായി എന്നുള്ളത് വിശ്വാസികൾക്കെന്തുകൊണ്ടും മാതൃകാപരമാണ്. മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിനു മുമ്പ് മഹ്ദി ഇമാം തന്നെ ബൈഅത്ത് ചെയ്യാനെത്തിയവർക്കു മുമ്പിൽ ചില നിബന്ധനകൾ വയ്ക്കും. ഇമാം പറയും, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് ഉറപ്പു നൽകിയാലല്ലാതെ നേതൃത്വം ഏറ്റെടുക്കുന്നതിൽ എനിക്ക് ഉറപ്പു പറയാനാവില്ല. അവയിലൊന്നുപോലും നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. നിങ്ങളവ പാലിച്ചാൽ എന്റെ ഉത്തരവാദിത്വമെന്ന നിലയിൽ 8 കാര്യങ്ങൾ ഞാനും പാലിക്കുന്നതാണ്. അപ്പോൾ ജനങ്ങൾ പറയും, തിരുനബിയുടെ പ്രിയ പുത്ര, താങ്കൾ പറയാനുള്ളത് പറയുക. ഞങ്ങൾ തീർച്ചയായും അനുസരിക്കും. ഇൻഷാ അല്ലാഹ്. അങ്ങനെ മഹ്ദി ഇമാമിനോടൊപ്പം അവർ സ്വഫാ പർവ്വതത്തിലേക്ക് നീങ്ങും.
അവിടെ വെച്ച് ഇമാം മഹ്ദി അവരോട് നിബന്ധനകൾ പറയും. പ്രിയമുള്ളവരെ, ഇനി മുതൽ ഞാനെന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകും. പക്ഷേ നിങ്ങൾ പിന്തിരിഞ്ഞോടരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, ഹറാമായ ശരീരത്തെ വധിക്കരുത്, നീചകൃത്യങ്ങൾ ചെയ്യരുത്, ഒരാളെയും അന്യായമായി ദ്രോഹിക്കരുത്, സ്വർണവും വെള്ളിയുമൊന്നും ചിലവഴിക്കാതെ നിധിയായി സൂക്ഷിച്ചുവെക്കരുത്, അനാഥകളുടെ ധനം അന്യായമായി ഭക്ഷിക്കരുത്, അറിയാത്ത കാര്യത്തിന് സാക്ഷി പറയാൻ പോകരുത്, ആരാധനാലയങ്ങൾ നശിപ്പിക്കരുത്, വിശ്വാസികളെ ആക്ഷേപിക്കരുത്, ആരെയും ശപിക്കരുത്, ലഹരിപാനീയങ്ങൾ ഉപയോഗിക്കരുത്, സ്വർണവും പട്ടുവസ്ത്രങ്ങളും ധരിക്കരുത്, പലിശ വാങ്ങരുത്, രക്തച്ചൊരിച്ചിലുണ്ടാക്കരുത്, അഭയം തേടിയെത്തിയവരെ വഞ്ചിക്കരുത്, കപടവിശ്വാസികളെയും അവിശ്വാസികളെയും വിടരുത്, പരുക്കൻ വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവൂ, ഉറങ്ങാൻ തലയിണ ഉപയോഗിക്കരുത്, മണ്ണിൽ തലവെച്ചു കൈ കവിളിന് താഴെ വെച്ചാണ് ഉറങ്ങേണ്ടത്, അള്ളാഹുവിന്റെ വഴിയിൽ ഭീരുത്വം കാണിക്കരുത്, ഇലാഹി മാർഗത്തിൽ ധർമ്മസമരത്തിന് സജ്ജരാകണം, പരസ്പരം വഴക്കു പറയരുത്, മാലിന്യങ്ങളെ അടുപ്പിക്കരുത്, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കുകയും വേണം. ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്ന പക്ഷം ഞാനൊരിക്കലും എന്റെ സംരക്ഷണത്തിനായി അംഗരക്ഷകരെ നിയമിക്കില്ല. നിങ്ങൾ ധരിക്കുന്നതല്ലാതെ ഞാനും ധരിക്കുകയില്ല. നിങ്ങൾ യാത്ര ചെയ്യുന്നതുപോലെയല്ലാതെ ഞാനും യാത്ര ചെയ്യില്ല. അല്പം കൊണ്ട് ഞാൻ തൃപ്തിപ്പെടും. ഭൂമി മുഴുവൻ ഞാൻ നീതിയാൽ നിറയ്ക്കും. അള്ളാഹുവിനെ ആരാധിക്കേണ്ടതുപോലെ ഞാൻ ആരാധിക്കും. നിങ്ങൾ എന്നോട് ചെയ്ത കരാറുകൾ പാലിക്കുക. നിങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ ഞാനും ലംഘിക്കുകയില്ല. മഹ്ദി ഇമാം മുന്നോട്ട് വെച്ച നിബന്ധനകൾ എല്ലാവരും മനസാ വാചാ കർമ്മണാ സന്തോഷത്തോടെ അംഗീകരിക്കും. അവരൊന്നടങ്കം പ്രഖ്യാപിക്കും, ഞങ്ങളെല്ലാം തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിക്കുമെന്നുറപ്പു നൽകി ഞങ്ങൾ താങ്കളെ നേതാവായി അംഗീകരിക്കുന്നു. തുടർന്ന് അവരിൽ നിന്ന് ഓരോരുത്തരായി മുന്നോട്ടു വന്ന് ഇമാം മഹ്ദിയെ മുസാഫഹ ഹസ്തദാനം ചെയ്ത് ബൈഅത്ത് ചെയ്യും. എല്ലാവരുടെയും ബൈഅത്തിലൂടെ അധികാരം ഏറ്റെടുത്ത ഇമാം മഹ്ദി അന്ന് ഇശാനിസ്കാരശേഷം മിമ്പറിൽ കയറി നിന്ന് തന്റെ നയപ്രഖ്യാപന പ്രസംഗം നടത്തും. അതിപ്രകാരമായിരിക്കും: പ്രിയമുള്ള ജനങ്ങളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും. സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെക്കുറിച്ചും അവനു മുമ്പിൽ നിങ്ങൾ ഹാജരാക്കപ്പെടുന്ന ദിവസത്തെക്കുറിച്ചും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് സന്മാർഗം സിദ്ധിക്കുന്നതിനായി അള്ളാഹു നബിമാരെ അയച്ചു. വിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു. അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കരുതെന്ന് അവൻ നിങ്ങളോട് കൽപ്പിച്ചു. അള്ളാഹുവിനെയും അവന്റെ ഹബീബായ മുഹമ്മദ് നബി തങ്ങളെയും അനുസരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വേണമെന്നും ഖുർആൻ ജീവൻ നൽകിയ നല്ല കാര്യങ്ങൾക്ക് നിങ്ങളും ജീവൻ പകരണമെന്നും ഖുർആൻ നീക്കം ചെയ്ത ചീത്ത കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. നിങ്ങൾ സന്മാർഗത്തിന്റെയും ഭക്തിയുടെയും പാതയിൽ പരസ്പരം സഹായികളായി വർത്തിക്കുക. തീർച്ചയായും ഇഹലോകം നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു. ദുനിയാവ് വിട പറയാൻ പോവുകയാണ്. തീർച്ചയായും ഞാൻ നിങ്ങളെ അള്ളാഹുവിലേക്കും അവന്റെ ദൂതരിലേക്കും ഖുർആൻ അനുസരിച്ചുള്ള ജീവിതത്തിലേക്കും ക്ഷണിക്കുന്നു. അധർമ്മത്തെ തുടച്ചു നീക്കാനും തിരുനബിയുടെ സുന്നത്തുകളെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. മഹ്ദി ഇമാമിന്റെ വരവ് ജനങ്ങൾ ആവേശപൂർവ്വം ആഘോഷിക്കുന്നതാണ്. പീഡിതരും അടിച്ചമർത്തപ്പെട്ടവരുമായ തങ്ങളുടെ മോചനത്തിനായി അള്ളാഹു നിയോഗിച്ച പരിഷ്കർത്താവായാണവർ ഇമാം മഹ്ദിയെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.